സംസ്ഥാനത്ത് ഓണനാളുകളിൽ ശക്തമായ മഴ തുടരുമെന്നുള്ളതാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മഴ മുന്നറിയിപ്പിൽ വ്യക്തമാക്കുന്ന കാര്യം. 23-നും 24-നും വിവിധ ജില്ലകൾക്ക് യെല്ലോ അലർട്ട് നൽകിയിട്ടുണ്ട്. 24 മണിക്കൂറിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ശക്തമായ മഴ ലഭിക്കും എന്നുള്ളതാണ് IMD പ്രവചിക്കുകയും ചെയ്തിട്ടുള്ളത്. 64.5 മില്ലിമീറ്റർ മുതൽ 115.5 മില്ലിമീറ്റർ വരെ മഴ ലഭിക്കുന്ന സാഹചര്യത്താണ് യെല്ലോ അലർട്ട് കൊണ്ട് അന്വർത്ഥമാക്കുകയും ചെയ്യുന്നത്. ഈ മഴ മുന്നറിയിപ്പ് കൃത്യമായി പ്രഖ്യാപിച്ചിട്ടുള്ള ജില്ലകളിൽ പൊതുജനങ്ങൾ ജാഗ്രത തുടരണം എന്നുള്ളതാണ് IMD വ്യക്തമാക്കുകയും ചെയ്യുന്നത്. കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ 23-ന് യെല്ലോ അലർട്ടുണ്ട്. 24-ന് പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, എറണാകുളം, തൃശ്ശൂർ ജില്ലകളിലാണ് മഴ മുന്നറിയിപ്പ് പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുള്ളത്. കേരള, ലക്ഷദ്വീപ്, പുതുച്ചേരി, തെക്കൻ തമിഴ്നാട് തീരങ്ങളിൽ തീരദേശ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് ഉയർന്ന തിരമാലയ്ക്കും കള്ളക്കടലിനും സാധ്യതയുള്ളതിനാൽ യാതൊരു കാരണവശാലും മത്സ്യത്തൊഴിലാളികൾ മത്സ്യബന്ധനത്തിന് പോകരുത് എന്നുള്ള മുന്നറിയിപ്പ് കൂടി നൽകുകയും ചെയ്തിട്ടുണ്ട്. റെഡ് അലർട്ടാണ് കോസ്റ്റൽ സോൺ കേന്ദ്രീകരിച്ച് ഇപ്പോൾ നിൽക്കുകയും ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് ഫിഷർമെൻ വാണിംഗ് കൃത്യമായി ആളുകൾ പാലിക്കണം എന്നുള്ളതാണ് നൽകിയിരിക്കുന്ന പൊതുജാഗ്രതാ നിർദ്ദേശം. ഒരു നൗകാസ്റ്റ് ബുള്ളറ്റിൻ അല്പസമയം മുമ്പ് പുറത്തിറക്കിയിരുന്നു. അതിൽ ഇടുക്കി ജില്ലയിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ശക്തമായ മഴയ്ക്കുള്ള സാധ്യത പ്രവചിക്കുകയും ചെയ്തിട്ടുണ്ട്. മറ്റുള്ള ജില്ലകളിലൊന്നും മഴ മുന്നറിയിപ്പ് നൽകിയിട്ടില്ല. ഇന്നിപ്പോൾ ഏതായാലും ഒരു ജില്ലകൾക്കും മഴ മുന്നറിയിപ്പില്ല എന്നതുകൂടി നമുക്ക് പങ്കുവയ്ക്കാൻ കഴിയുന്നുണ്ട്. പക്ഷേ ജാഗ്രത വേണം, മഴയെ കരുതിയിരിക്കണം. ഓണനാളുകളിൽ മഴയുണ്ടാകും എന്നുള്ളതാണ് ശ്രദ്ധിക്കപ്പെടേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഏതായാലും ഇന്നിപ്പോൾ ഈ മത്സ്യത്തൊഴിലാളി ജാഗ്രതാ നിർദ്ദേശവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പറയുന്നത് ശക്തമായ തിരമാലയ്ക്കും കള്ളക്കടൽ പ്രതിഭാസത്തിനും സാധ്യതയുണ്ട് എന്നുള്ളതാണ്. അത് ഇന്ന് വൈകിട്ട് 5:30 വരെ 1.1 മുതൽ 1.8 മീറ്റർ വരെ ഉയർന്ന തിരമാലയ്ക്കും അതോടൊപ്പം തന്നെ കടലാക്രമണത്തിനും സാധ്യതയുണ്ട് എന്നുള്ളതാണ് ഇൻകോയിസ് അറിയിക്കുന്നത്. ദേശീയ സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം അറിയിക്കുകയും ചെയ്യുന്നത്. ഈ ഓണനാളുകളിൽ മഴ പ്രതീക്ഷിക്കാം. അതോടൊപ്പം തന്നെ കോസ്റ്റൽ മേഖല കേന്ദ്രീകരിച്ചുകൂടി ഒരു കൃത്യമായ വാണിംഗ് വേണം എന്നുള്ളതാണ് മുന്നറിയിപ്പിൽ വ്യക്തമാക്കുകയും ചെയ്യുന്നത്. PV രഞ്ജിത്തിനൊപ്പം തിരുവനന്തപുരത്ത് നിന്ന് അഭിജിത്ത് ജയൻ, സി മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.